ജീവനക്കാരുടെ ക്ഷാമത്തിൽ സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രവർത്തനം താളം തെറ്റിയ നിലയിൽ ഡിപ്പാർട്ട്മെന്റ് പ്രൊമോഷൻ കൗൺസിൽ ചേരാത്തതിനാൽ സ്ഥാനക്കയറ്റവും നിയമനവും അനിശ്ചിതത്വത്തിലാകുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. 14 തസ്തികകളിലായി 153 കസേരകളാണ് നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്നത്. ശ്യാം തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകും. ശ്യാം, ഈ എത്രത്തോളം വലിയ പ്രതിസന്ധിയാണ് ഈ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നതിലൂടെ മോട്ടോർ വാഹന വകുപ്പ് നേരിടുന്നത്? ഗൗതമെ, സംസ്ഥാനത്തെ ഗതാഗത വകുപ്പിൽ ഭരണസ്തംഭനം എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമായും 14 തസ്തികകളിലാണ് 150-ലധികം കസേരകൾ ഒഴിഞ്ഞുകിടക്കുന്നത്. നിലവിൽ ലേണേഴ്സും ഒപ്പം തന്നെ മറ്റ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള നടപടികൾ പോലും നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് മോട്ടോർ വാഹന വകുപ്പിലുള്ളത്. എന്തായാലും നിലവിൽ RTOമാരുടെ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തിലടക്കം നിലവിൽ ഈ ഒരു തടസ്സം നേരിടുകയും ചെയ്യുന്നു. RTOമാരാണ് നിലവിൽ ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ അടക്കം ജോലികൾ ചെയ്യേണ്ടി വരുന്നതെന്നാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണറും വകുപ്പ് മന്ത്രിയും ചേർന്ന യോഗത്തിലെല്ലാം തന്നെ നമ്മൾ ഈ കാര്യം ഉന്നയിച്ചിരുന്നു. അപ്പോഴൊന്നും തന്നെ ഇത്തരത്തിലൊരു തടസ്സം ഇല്ല എന്നുള്ളൊരു വാദമായിരുന്നു മന്ത്രി അടക്കമുള്ളവർ നിരത്തുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഡിസ്ട്രിക്ട് പ്രൊമോഷൻ കൗൺസിൽ 2025 ഡിസംബറിലാണ് ചേരേണ്ടിയിരുന്നത്. ഈ DPC ചേരാത്ത സാഹചര്യത്തിലാണ് വകുപ്പിൽ തന്നെ ഇത്തരത്തിലൊരു നിയമനത്തിലും പ്രൊമോഷനിലും അനിശ്ചിതത്വം നേരിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് മിനിസ്റ്റീരിയൽ സ്റ്റാഫിലടക്കം വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ജൂനിയർ സീനിയർ സൂപ്രണ്ട് തസ്തികകളിലടക്കം വലിയ പ്രതിസന്ധി കൂടിയാണ് നിലനിൽക്കുന്നത്. ഇത് ഓഫീസ് പ്രവർത്തനം ആകെ അവതാളത്തിലാക്കി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭരണസ്തംഭനത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ഗൗതം.